ഹലോ, ഇന്നൊരു ഡേ ഇൻ അവർ ലൈഫാണേ. അതുകൊണ്ട് തന്നെ രാവിലെ എണീച്ച് കുളിച്ച് റെഡിയായി നിൽക്കുകയാണ്. ഇപ്പൊ സമയം രാവിലെ ഏകദേശം 8 മണിയാവുന്നത്. പിന്നെ അനുവാദം എണീക്കണത്ര. ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ, അതുകൊണ്ട് ലീവാണ്. നമ്മളൊരു മടി പിടിച്ച അല്ലെങ്കിൽ ഒരു സ്ലോ ഫ്രൈഡേ ആണ് ഇന്ന്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇന്നത്തെ സ്പെഷ്യൽ ഇഡലിയും സാമ്പാറും ആണ്. അതിന്റെ ഫേവറേറ്റ് ആണ് ഇഡലി സാമ്പാർ. സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ കുറെ ഗുണങ്ങളുണ്ട്. രാവിലെ സാമ്പാർ, ഉച്ചക്ക് സാമ്പാർ, രാത്രി സാമ്പാർ, 3 നേരം സാമ്പാറായിരിക്കും. കാരണം ഇവർക്ക് സാമ്പാർ നല്ല ഇഷ്ടമാണ്. സാമ്പാറിന്റെ കൂടെ എന്തെങ്കിലും യോഗാട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അനുവാദ്യം സെറ്റാണ്. അതുകൊണ്ട് നമുക്ക് ഇഡലി ആക്കണം, സാമ്പാറാക്കണം. വറുത്തരച്ചിട്ട് തന്നെ വെക്കാന്ന് വിചാരിക്കുന്നത്. ആവുമ്പം രാത്രത്തോളം ഉണ്ടാവുമല്ലോ. ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ച ക്യാൻഡിലാണേ, ലവ് എന്നൊക്കെ എഴുതിയിട്ട്. ഇത് കത്തിച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, രസമില്ലേ കാണാൻ വേണ്ടിട്ട്. ഇതൊക്കെ കുറെ കഷ്ണമൊന്നുമില്ല കേട്ടാ. കുറച്ച് ഒരു കഷ്ണം വെള്ളരിക്ക, പിന്നെ ചെറിയൊരു മത്തൻ, കുറച്ച് വെണ്ടക്ക, ഉരുളക്കിഴങ്ങും തക്കാളിയും ഇങ്ങനെല്ലാം ആയിട്ട് കേട്ടാ. മുരിങ്ങാക്കോലില്ല, ഇന്നലെ പോയിട്ട് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നല്ലതുണ്ടായില്ല. അന്നേരം ഞാൻ പിന്നെ വിചാരിച്ചു പോട്ടെ, എന്നാലും മുരിങ്ങാക്കോലി ഇല്ലാത്തൊരു സാമ്പാർ ആവട്ടെ വിചാരിച്ചു. അങ്ങനെ പൊതുവേ നമുക്ക് ഇവിടെ ഇവിടെ പുറത്ത് മുരിങ്ങ മരം ഉണ്ടേ. അത് വെച്ചിട്ട് ആ മുരിങ്ങ എന്താവശ്യത്തിനും അല്ല, എല്ലാം മറിക്കുന്നില്ലെങ്കിലും കുറച്ചെങ്കിലും ഉണ്ടാവലുണ്ടാടാ അധികം. അന്നേരം അത് വെച്ചിട്ടാണ് നമ്മ സാമ്പാറിൽ വെക്കുമ്പോ 2 എണ്ണം മതിയല്ലോ. അന്നേരം അത് അവിടുന്ന് എടുക്കും. അങ്ങനെയാണ് അധികം ചെയ്യല്. പക്ഷെ ആരോ പറിച്ചിട്ട് ഫുള്ള് കൊണ്ടുപോയിനി. അത് മൂക്കാത്തത് വരെ, ചെറിയ പൊടി ചെറുത് വരെ കൊണ്ടുപോയിനി. അന്നേരം ഇപ്പൊ ഒന്നുമില്ല, അല്ലെങ്കിൽ അതിൽ തന്നെയാവും. അന്നേരം നമ്മ ഇങ്ങനെ അപ്പുറത്തെ ചേച്ചി ഞാനും ഇങ്ങനെ പറയൂ, എന്ത് കഷ്ടം നമുക്ക്. വെള്ളം ഒഴിച്ചിട്ട് അത് ചേട്ടന് ഇവിടുന്നെല്ലാം വെള്ളം എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഒഴിക്കലുണ്ട്. നമ്മ അങ്ങനെ നോക്കുന്നതാണേ. അന്നേരം പക്ഷെ അതങ്ങനെ മുരിങ്ങാക്കോലില്ല. ഇല അലോണുണ്ട് കേട്ടാ, ഇല അലോണുണ്ട്. പക്ഷെ ഇലേനെ എപ്പോഴും വെക്കാനാവില്ലല്ലോ. ഇടയ്ക്കൊരു മുരിങ്ങാക്കോലും വെച്ച് കഴിഞ്ഞാൽ ഒരു രസമല്ലേ. പക്ഷെ എന്ത് ചെയ്യാം, അങ്ങനത്തെ അല്ല കാര്യം. അപ്പൊ നമുക്ക് വേഗം മുറിച്ചിട്ട് കറീന്റെ സെറ്റപ്പ് റെഡിയാക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നമുക്കെല്ലാം ഇപ്പം ഒരു ഉരുളക്കിഴങ്ങും ഒരു ഉള്ളി ഒരു തക്കാളി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വലിയ ലാവശ്യമായിട്ട് സാമ്പാറാക്കും. വലിയ നല്ലോണം പച്ചക്കറിയൊന്നും വേണ്ട. സാമ്പാർ വേണമെന്ന് തോന്നുമ്പോ ഇത്രയും വലിയ കഷ്ടം കൊണ്ട് നമ്മ പെട്ടെന്ന് തട്ടിക്കൂട്ടും. എല്ലാ കഷ്ണവും അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കലൊന്നുമില്ല. അന്നേരം കൈമ എന്നാ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം വെച്ചിട്ടാണ് സാമ്പാറിലും വെക്കല് കേട്ടാ. സാമ്പാറിൽ നല്ലോണം ആക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അനുവിനെ അധികം നല്ല കാര്യമായതുകൊണ്ട് പെട്ടെന്ന് ചെലവാവും. പിന്നെ ഈ പറഞ്ഞ കണക്ക് തന്നെ ഒറ്റയടിക്ക് പണി തീർന്നു. കുറെ സമയം പണിയെടുക്കേണ്ട ആവശ്യമില്ല. എനക്കും ഇഷ്ടമാണ് കേട്ടോ സാമ്പാർ. എനക്കും ഇഷ്ടമാണ് ഇഡലി സാമ്പാർ. എനക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അത് നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് കഴുകാനില്ലേനി വെക്കാട്ടാ. കഴുകി കഴിഞ്ഞിട്ട് ബാക്കി മുറിക്കാല. അനുവാദി എണീച്ചിട്ട് അവര് കുളിക്കാൻ വേണ്ടി പലരും തേച്ചിട്ട് കുളിച്ചിട്ട് വരാൻ പോയിട്ടുണ്ട്. ഇവര് രാവിലെ എണീക്കുന്നവരാണ്. എന്നിങ്ങോട്ട് രാവിലെ അനുവാദി എണീക്കും ലീവില്ല ദിവസം. നമ്മ ലീവില്ല ദിവസമായിരിക്കും ഒന്ന് ഉറങ്ങുന്നത്. പക്ഷെ ഇവരന്ന് നേരത്തെ എണീക്കും. സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിൽ ഇവരെ വിളിച്ച് തൊട്ടിയിട്ട് വെള്ളം പറ്റണം. അത് വേറെ കാര്യം. എന്നിട്ട് പിന്നെ അവസാനം ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചത് കണ്ടിട്ട് ലേറ്റ് ആയതുകൊണ്ട് അപ്പൊ ഇന്നലെ രാത്രി നല്ലോണം ലേറ്റ് ആയിട്ടാ ഉറങ്ങീനി. ഒരു 11:30 മണി ആയിട്ടുണ്ടാവും. ഇന്ന് സ്കൂളിൽ പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് TV എല്ലാം കണ്ട് ടാബെല്ലാം നോക്കി അങ്ങനെല്ലാം ഉറങ്ങീനി. അതുകൊണ്ടാണ് ഇന്ന് ലേറ്റ് ആയത്. അല്ലെങ്കിൽ ഒരു 7 മണി 6:30 എല്ലാം ആകുമ്പോ എണീക്കും. ദിവസം എണീക്കാൻ വേണ്ടിട്ട് അവർക്ക് വലിയ ത്രില്ലാണ്. അല്ലെങ്കിൽ നടക്കൂല കാര്യം. എന്തായാലും ഇത് കട്ടെല്ലാം ചെയ്തിട്ട് ഞാൻ വേഗം കുക്കറിൽ വെക്കട്ടെ കേട്ടാ. ക്യാരറ്റിന്റെ ഒരു ചെറിയ കഷ്ണം മതി കേട്ടാ, ഹാഫ് മതി. കാരണം ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഒരു മധുരം ഫീൽ ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ള അതുപോലെ ഞാൻ പുളി അങ്ങനെ കൂട്ടൂല. എല്ലാരും സാമ്പാറിൽ പുളി ഒഴിക്കുമല്ലോ, ഞാൻ പുളി കൂട്ടൂല. എനിക്ക് സാമ്പാറിന് ഇഡലിക്ക് പ്രത്യേകിച്ച് ഇഡലിക്ക് ചെറിയൊരു പുളി, ചെറുതായിട്ടൊരു മൈന്യൂട്ടായിട്ടുള്ള ഒരു പുളി ഉണ്ടാവുമല്ലോ. പുളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പുളി കൂട്ടില്ല. നാട്ടിലെല്ലാം ഉണ്ട് കേട്ടോ. നാട്ടിലെല്ലാം ഇപ്പൊ അമ്മയെല്ലാക്കുന്നതിനെല്ലാം കുറച്ച് പുളി ഞാൻ ചേർക്കും. പക്ഷെ ഞാൻ ചേർക്കലില്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ചേർക്കലില്ല. വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് വെക്കട്ടെ കേട്ടാ. അനു എന്റെ ഇടയിൽ ആദ്യം കുളിക്കുന്നുണ്ടേ. അന്നേരം അനു എന്റെ അടുത്ത വന്നിട്ട് കണ്ടാ
ആ വലിയ കുക്കറിലേക്കാണ് ഞാൻ എന്റെ ഇഡലി തട്ട് വെക്കുന്നത്. ശരിക്കും എന്റെ ഇഡലി പാത്രം വേറെ ഉണ്ടായിന്. അത് മോശമായ സമയത്ത് പെട്ടെന്ന് ഞാൻ യൂസ് ചെയ്തതാണ് ഈ കുക്കർ. അന്നേരം കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഇത് തോന്നിയോണ്ട് ഞാൻ പിന്നെ പുതിയൊന്നും മേടിച്ചിട്ടില്ല കേട്ടാ. ഇപ്പൊ ഇതില് സാമ്പാറില് തക്കാളിയും വെണ്ടയ്ക്കും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അത് ലാസ്റ്റ് ആകുമ്പോ ഇട്ട് കൊടുക്കാം. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ വെന്തുടയൂലെ. ലാസ്റ്റ് വെന്തതിന് ശേഷം ഇതിന്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കറക്റ്റ് വേവാവും കേട്ടാ. വെണ്ടയ്ക്കല ഇങ്ങനെ 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 ആവൂല. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അന്നേരം ഇന്നലെ ഞാൻ പാക്കറ്റ് മാവാണ് മേടിച്ചിട്ടുണ്ടായിനി. ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടാ. ഇടയ്ക്കേ മണിക്കേ ലൂട്ടായത്. ചിലപ്പം ഇവർക്ക് അധികവും ആഴ്ചയിലൊരിക്കൽ ഇഡലി വേണം. 1-2 പ്രാവശ്യം എന്തായാലും വേണം. അന്നേരം ഒരു മാവ് മേടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നമുക്ക് ഇഡലിയാക്കാം. ആദ്യത്തെ പ്രാവശ്യം ഇഡലിയാക്കാം. പിറ്റത്തെ ദിവസം നമുക്ക് നെയ്റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും. ഇവര് ദോശ പറഞ്ഞാൽ തിന്നൂല. ഇവർക്ക് നെയ്റോസ്റ്റ്, മസാല ദോശ, ബേബി ദോശ, കോയിൻ ദോശ എന്നെല്ലാം പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാല് തിന്നൂലൂ കേട്ടാ. വെറും ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് കഴിക്കാൻ മെനക്കെടൂല. നമ്മളെ നാട്ടിലെല്ലാം ദേശീയ ഭക്ഷണം ദോശയാണ്. പക്ഷെ ഇവർക്ക് ദോശ എന്ന് പറയുന്നതേ ഇഷ്ടമല്ല. എന്നിട്ട് എനക്ക് ദോശ തിന്നാന്ന് ഞാൻ ചിലപ്പോ ഒറ്റക്കാക്കിട്ട് തിന്നും. അന്നേരം അങ്ങനെ എന്നാ തിന്നാതിരിക്കുകയും ചെയ്യില്ല. ദോശ എന്ന് പറയുന്ന സമയത്ത് ദോശയാണെന്നൊരു കമന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാലും കുഴപ്പമില്ല, കഴിച്ചോളും. വലിയ അങ്ങനെ ഒട്ടും കഴിക്കാണ്ടിരിക്കുകയൊന്നും ചെയ്യില്ല. പക്ഷെ ദോശ എന്ന് കേൾക്കുന്നത് എന്തോ ഇവർക്കൊരു അലർജിയിലെ ഇതാണ്. ഞാൻ ഈ അടിയത്തെ തട്ടില് വെക്കില്ല കേട്ടാ. കാരണം വെള്ളം കയറുന്ന പോലെ ആയിട്ട് ആ ഇഡലി ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള തട്ടില് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്ക് മറ്റേ തിളക്കും. സാമ്പാർ അതിൻ്റെ ഇടയിൽ ഞാൻ കുക്കർ ഓഫ് ആക്കിനി കേട്ടാ. ഇതുപോലെ മാറ്റി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടൂലല്ലോ. എല്ലാവർക്കും അറിയുമായിരിക്കും. ശരിക്കും ഒരു പ്രാവശ്യം ആക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അത് മതി കേട്ടാ. അധികം 2 പ്രാവശ്യം ആക്കേണ്ട ആവശ്യമില്ല. ശരിക്കും അജേട്ടാലും ഉണ്ടെങ്കിൽ ഞാൻ 2 പ്രാവശ്യം ആക്കും. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മാത്രമേ ആക്കയില്ലോ. ഇതിൽ തന്നെ 12 എണ്ണാവും. ഇഡലി പെട്ടെന്ന് ഈസിയാണ്. എന്നാലും ഈ സാമ്പാറാക്കലൊരു മെനക്കേടാണ്. പക്ഷെ മെനക്കേട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 നേരം സാമ്പാറാക്കാലോ. പിന്നെ മെനക്കേടണ്ടല്ലോ. അത് വിചാരിക്കുമ്പോ കുഴപ്പമില്ലാതെ തോന്നുവേ. മുകളിൽ കുറച്ച് നല്ലോണം ആയാലും കുഴപ്പമില്ല. താഴെ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് അടിയിൽ വരുന്നതിന് പറ്റും. അങ്ങനെ ഇത് നമുക്ക് അവിടെ വെച്ചു കൊടുക്കാം കേട്ടോ. ആ കുക്കറിന്റെ ഗ്യാസ് പോകുന്ന സമയത്ത് നമുക്ക് വേഗം തേങ്ങ ഇടാം കേട്ടോ. തേങ്ങ വറുക്കുന്നതിന്റെ കൂട്ടത്തില് ഞാൻ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും ലാസ്റ്റ് ജീരകലും ചേർക്കൂട്ടാ. തേങ്ങ വറുത്തിട്ടായിട്ടുണ്ടേ. ഇതിന്റെ കൂടെ ഞാൻ കുറച്ച് സാമ്പാർ പൗഡർ ഇട്ടിട്ടുണ്ട്. അതും എല്ലാം ഒന്ന് ചൂടായിട്ട് ചൂട് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വൃത്തിയിട്ട് അരച്ചിട്ടെടുക്കാം കേട്ടാ. കുറച്ച് വെള്ളമാക്കാം. ശരിക്കും എനിക്കിതൊരു ഡബിൾ പണിയായി കേട്ടാ. ഡബിൾ പണി തന്നെയാണേ. അതെല്ലാം ക്ലീൻ ചെയ്ത് ഫുള്ള് തെറിച്ചിട്ടുണ്ട്. അപ്പം ഇതാ ഈ ക്ലിപ്പ് വീണിട്ടുണ്ടായിട്ടില്ല. അതാണെന്ന് തോന്നുന്നു സംഭവം. എന്തായാലും ഒന്നും കൂടി വെക്കാം. അതിൻ്റെ ഇടയിൽ അനു കുളിയെല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് എത്തി നോക്കുന്നതാണ് ഈ കണ്ടത്. പിന്നെ തേങ്ങയെല്ലാം അരച്ച് മാറ്റി വെച്ചു. അനു എണീച്ച് കുളിയെല്ലാം കഴിഞ്ഞ് മാല ഇടാത്തത്. അനു മാല ഇട്ടിട്ടല്ല. മാല ഇടാൻ പോലെ സാമ്പാറിന് വറുക്കാൻ വേണ്ടിട്ട് കരിയാമ്പില പറിക്കാൻ പോയതാണ്. ഇത് ഞാൻ കുറച്ച് നാളായിട്ട് ആറ്റിപ്പോയിട്ട് വളർത്തുന്ന കരിയാമ്പിലയാണ് കേട്ടാ. നല്ല അടിപൊളി സാമ്പാർ ഇഡലി എല്ലാം റെഡി ആയിട്ടുണ്ടേ. അനുവിനെ അധികം വിളമ്പുന്നതാണ് കേട്ടാ. 4 ഇഡലി വെച്ചു. എന്നാലും 4 വെച്ചാലേ 3 തിന്നൂലൂ. പിന്നെ കറി നല്ലോണം വേണേ. കറി നല്ല ചെലവാകുന്നു എനിക്ക്. കാരണം അവര് കറിയിൽ ഇങ്ങനെ നീന്തി തുടിക്കുകയില് കണ്ട. കറി നല്ലോണം ഒഴിക്കണം കേട്ടാ. എന്നാലേ കഴിക്കൂലൂ. ഇതിപ്പോ ഒരു പ്രാവശ്യം ഒഴിച്ചതല്ല, പിന്നെയും വീണ്ടും വരും കറി ഒഴിച്ചിട്ട്.
രണ്ടാമത് കറി എടുക്കുന്ന സീനാണ് ഈ കാണുന്നത് കേട്ടാ. അതിൽ കഷ്ണമൊന്നും വീഴാണ്ട് വളരെ സൂക്ഷ്മമായിട്ടാണ് ആ കയ്യിലെടുത്തിട്ട് കറി അതിലേക്ക് ഒഴിക്കുന്നത്. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബേക്കറി ഇതുപോലെ ഡാൻസ് കളിക്കുന്നു. ഒരാൾ പോവും, പിന്നെ അടുത്തത് വരുന്നത് മറ്റേയാളാണ്. ആദ്യം ഒരാൾ വരും, പിന്നെ മറ്റേയാൾ വരും. പിന്നെ ഇപ്പൊ ആ ഒരു പുതിയ ട്രെൻഡിങ് പാട്ടിന്റെ ഡാൻസ് ആണ് ഷെയ്ക്ക് ഷെയ്ക്ക്. ആ ഒരു അതന്നെ തോന്നുന്നത് പറയല്. ആ പാട്ടിന്റെ ഡാൻസ് ആണ് രണ്ടാളും കൂടി കളിക്കുന്നത് കേട്ടാ. ഞാൻ അന്നേരം ക്യാമറയിലേ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് രണ്ടിന്റെയും കളി. ഞാൻ അതിന്റെ ഇടയിൽ കുമ്പളങ്ങ പെരക്കാക്കാൻ വേണ്ടി കുമ്പളങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ടേ. അതിൽ തേങ്ങയും ജീരകവും പച്ചപ്പറങ്കിയും കുറച്ച് തൈരെല്ലാം ഒഴിച്ചിട്ട് അരച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടാ. കുമ്പളങ്ങ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ട് അതിൽ മഞ്ഞപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ. അതിൽ ഈ അരവ് ഇട്ടിട്ട് ഇളക്കിയിട്ട് കുറച്ച് വറവ് ഇട്ടു. ഞാൻ കുറച്ച് ചാറാക്കിയിട്ടാണ് വെക്കല്. അതാണെന്ന് തോന്നുന്നു എനിക്ക് നല്ല നമുക്ക് എല്ലാവർക്കും കുറച്ച് ഇഷ്ടം. ഈ വീഡിയോ ഇങ്ങനെ ഫാസ്റ്റ് അടിച്ച് കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ? നമ്മളെ പണിയെല്ലാം ഇങ്ങനെ തീർന്നിട്ടുണ്ടെങ്കിൽ എന്ത് രസമാണല്ലേ. ഞാൻ ഈ വീഡിയോ കുറേ സമയമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എത്ര സമയം കൊണ്ട് ക്ലീൻ ചെയ്തത് അറിയാം. അതാണെങ്കിൽ വെള്ളത്തിന്റെ ചൂടിപ്പം കൈ പൊള്ളും. അങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്തത്. പക്ഷെ വളരെ സിമ്പിളായിട്ട് ഫാസ്റ്റ് അടിക്കുമ്പോൾ അത്ര സിമ്പിളായിട്ടാണ് ഈ പണിയെല്ലാം കഴിഞ്ഞത്. പിന്നെ അനു ആദ്യം ഒരു 1 അവറോ ഇങ്ങനെ ടാബ് നോക്കിയിട്ട് കുറച്ച് സമയം കളിക്കൂട്ടാ. അതിന്റെ ഇടയിൽ എനിക്ക് തുണിയെല്ലാം മടക്കി വെക്കാനുണ്ടായിനെ. ഞാനെല്ലാം മടക്കി വെക്കുന്നതാണ്. അന്നേരം ഇവര് ടാബ് നോക്കിയിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് നല്ലോണം ദേഷ്യം വന്നിട്ട് ഞാൻ രണ്ടിനെയും പിടിച്ച് എണീപ്പിച്ചിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നതാണ്. അന്നേരം അനുവിന്റെ എക്സ്പ്രഷൻ കണ്ട, ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് അനുവേ. അനുവിന്റെ എക്സ്പ്രഷൻ അനു കരയാനെല്ലാം തുടങ്ങി. അവള് ഇത് കാരണം രണ്ടാൾക്കും 1 അവർ കൊടുത്തതാണ്. പക്ഷെ അനു അതിന്റെ ഇടയിൽ വേറെ എന്തോ കാര്യം നോക്കിയിട്ട് ഓള് ഈ ടാബ് നോക്കിയിട്ടുണ്ടായിട്ട് അന്നേരം പറയുന്നു എനിക്ക് 1 അവർ കിട്ടിയിട്ടില്ല, ഓള് മാത്രമേ 1 അവർ നോക്കിയിട്ടു എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിനി, അതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റിയിട്ടാണ്. ആ ദേഷ്യം മൊത്തം ഓളെ ഫേസിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടാ. പിന്നെ ഞാൻ മടക്കി വെച്ച തുണിയെല്ലാം അതാത് പ്ലേസിൽ അവരെടുത്ത് കൊണ്ടുവെക്കുന്നതാണ്. പിന്നെ ഞാൻ അവരോട് ഹാളെല്ലാം ഒന്ന് അടിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടേ. അന്നേരം വേഗം ചാടിപ്പോയിട്ട് അടിച്ചു വരുന്നതാണ്. അനുവാടെ കിടക്കുന്നുണ്ടായിന്. അന്നേരം ഞാൻ പൊതുവേ ഇവരോട് എന്തെങ്കിലും പണി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യലാണ്. അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ചെയ്യൊന്നും ചെയ്യില്ല. അടിച്ചു വരുന്ന സമയത്ത് ആ റൂമിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഒരു സൈഡ് ഒരാളും മറ്റേ സൈഡ്, അത് ഈക്വൽ ആയിരിക്കണം കേട്ടാ. അങ്ങനത്തെ എല്ലാം കുറച്ച് ഡിമാൻഡെല്ലാം ഇവർക്ക് ഉണ്ട്. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കല്ലേ. സാമ്പാറും കുമ്പളങ്ങ പെരക്കനും കൂടാതെ ഞാൻ മുട്ട ഉപ്പേരി ആക്കിനി. ചിക്കൻ പൊരിക്കാന്ന് വിചാരിച്ചത്. പക്ഷേ ചിക്കൻ അവർക്ക് വലിയ കാര്യമില്ല, അതുകൊണ്ട് മുട്ട ഉപ്പേരി കണക്കാക്കി. പിന്നെ ചോറെല്ലാം വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് കുറച്ച് സമയം സിനിമ കണ്ടു. ഈ സിനിമ ഏതാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, ആ സീൻ കാണുമ്പോൾ തന്നെ. പിന്നെ ഞാനും കുറച്ച് സമയം റെസ്റ്റ് എടുത്തു കേട്ടാ. അത് കഴിഞ്ഞിട്ട് കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിനി. നേരത്തെ വാഷ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം ചൂടായതുകൊണ്ട് ആറിടാൻ വലിയ പണിയായിരിക്കും. അതുകൊണ്ട് കുറച്ച് വൈകുന്നേരമാണ് വാഷ് ചെയ്യല്. വാഷെല്ലാം ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് ആ ചേട്ടൻ വന്നു കേട്ടോ. അപ്പോഴേക്ക് സമയമായി. പിന്നെ മെല്ലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂട്ടി റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. ഇത് നമ്മ എപ്പോഴും എടുക്കുന്ന വണ്ടി അല്ലാണ്ട് വേറൊരു വണ്ടിയാണ്. അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് അനു ആദ്യം കേട്ടാ. ആ ഗ്ലാസ് എല്ലാം താത്തിട്ട് ആ ഒരു റൈഡ് ശരിക്കും അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുന്ന് വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് കുറച്ച് മുന്നോട്ട് നടന്ന സമയത്ത് എത്തിയത് സ്ഥലമാണ് കേട്ടാ ഇത്. ഇതെന്ന് പറയുന്നത് ഷാർജ ആർട്ട് ഫൗണ്ടേഷൻ ആണ്. എന്നിട്ട് പിന്നെ നല്ല ഭംഗിയുണ്ട് പുറത്തുനിന്നെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അതിന്റെ താഴെ ഭാഗത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് നമ്മ വല്ല താഴോട്ടിലെ സ്റ്റെയർ നോക്കുന്നതാണ്. താഴെ ഇതുപോലെ ലൈബ്രറിയും അങ്ങനത്തെ എല്ലാം കാര്യങ്ങളാണ് കേട്ടോ. മെയിനായിട്ട് സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് ശരിക്കും. അവിടെ കുറെ ആൾക്കാർ ഇരുന്നിട്ട് ഇതുപോലെ ലൈബ്രറി നോക്കി റെഫർ ചെയ്യുന്നതും എല്ലാം ഉണ്ട്. ഒരു പ്രൊജക്ടറെല്ലാം വെച്ചിട്ട് സ്ക്രീനും ഒക്കെ ഉണ്ട് കേട്ടാ.
പിന്നെ ഇതുപോലെ എന്തെല്ലോ അതുപോലെ ഒരു പെയിന്റിങ്സും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയാണ് അതിന്റെ ഇടയിൽ താഴോട്ട് ഇറങ്ങി കഴിയുമ്പോ ആരെ വായുന്ന ഒരു അക്ഷരം പോലും കേൾക്കാൻ പറ്റുന്നില്ല. പൊതുവേ ഞാൻ കുറച്ച് സൗണ്ടിൽ സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് തീരെ പിടിച്ചിട്ടില്ല കേട്ടോ ആ ഒരു സ്ഥലം. അന്നേരം എനിക്ക് ഒരു എന്തോ ഒരു ശ്വാസം മുട്ട് നടക്കുകയാണ് ഉണ്ടായത്. പിന്നെ ആടെ ഇങ്ങനെ ഗാഡ്ജറ്റും എല്ലാം വെച്ചിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് എന്തെങ്കിലും ആ ഗാഡ്ജറ്റ് നമുക്ക് അവിടുന്ന് യൂസ് ചെയ്ത് എന്തെങ്കിലും റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാന്നുള്ള രീതിയിൽ അവിടുന്ന് നേരെ പോയത് ഷാർജ കോൾ സെന്ററിലേക്കാണേ. തലേ ദിവസം നമ്മളെ എൻഗേജ്മെന്റ് ആനിവേഴ്സറി ഉണ്ടായത്. അന്നേരം ഞാൻ ഒരാഴ്ച മുമ്പേ സർപ്രൈസ് എല്ലാം പ്ലാൻ ചെയ്തിട്ട് അവസാനം എല്ലാം റെഡിയാക്കുന്നതിന് മുന്നേല് അജയേട്ടൻ സർപ്രൈസ് ആയിട്ട് വീട്ടിലേക്ക് എത്തി. എന്റെ പ്ലാനിങ് എല്ലാം പൊളിഞ്ഞുവേ. അന്നേരം ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. അതിന് പകരം എനിക്ക് അജയേട്ടൻ മേടിച്ചെന്ന നോസ്പിന്നാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അത് ഇട്ടിട്ട് ഒരു പട്ടി ഷോ എല്ലാം നടത്തി. അന്നേരം ഓർമ്മ വന്നത് നേരത്തെ വാഷ് ചെയ്ത് വെച്ച ഡ്രസ്സൊന്നും വിരിച്ചിട്ടിട്ടുണ്ടായിട്ടില്ല. കാരണം ചൂടായതുകൊണ്ട് കുറച്ച് വെയിൽ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ വിരിച്ചിടുമ്പോ രാത്രിയായിട്ടാ. വേഗം തുണിയെല്ലാം ആറിയിട്ടിട്ട് ഓൾറെഡി തുണി എടുത്തു വെക്കാനുണ്ടായി. ആ തുണിയെല്ലാം എടുത്തു വെച്ച് ബാക്കിയുള്ള തുണിയെല്ലാം ആടെ ആറിയിട്ടിട്ട് നേരെ താഴോട്ട് ഇറങ്ങി. പിന്നെ ഫുഡെല്ലാം ഓൾറെഡി വാങ്ങിച്ചിട്ടാ വന്നത്. പിന്നെ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് സമയം ടി വി എല്ലാം കണ്ടിട്ട് ഇരിക്കുമ്പോ അനു ഇന്ന് നേരത്തെ ഉറങ്ങിനെ. ആദ്യം ഉറങ്ങിയിട്ടൊന്നുമില്ല. ഈ ഡേ ഇൻ അവർ ലൈഫ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണേ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയണോട്ടാ. എന്നാ പിന്നെ ഓക്കെ എന്നാലേട്ടാ ബൈ.